എല്ലാവർക്കും നമസ്കാരം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് 16ാമത്തെ ദിവസമാണ് നമ്മൾ ഈ സെഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് റിവിഷനാണ്. ഈ കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിച്ചതിൻ്റെ ഒരു കമ്പൈലേഷൻ എന്ന പോലെ 10 ചോദ്യങ്ങളുടെ റിവിഷനാണ് ഇന്ന് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നൽകുന്ന സാക്ഷരതാ പദ്ധതിയാണ് ചങ്ങാതി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നൽകുന്ന സാക്ഷരതാ പദ്ധതിയാണ് ചങ്ങാതി. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതിൽ അവസാനമുള്ള കോളത്തിലുള്ള പച്ച കളർ കാണിക്കുന്നത് ശരിയാണെന്നാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നൽകുന്ന സാക്ഷരതാ പദ്ധതി തന്നെയാണ് ചങ്ങാതി. ഫുഡ് സെക്യൂരിറ്റി അലവൻസിനെ കുറിച്ച് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറയുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറഞ്ഞാൽ 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്റ്റാണ്. 75% റൂറൽ പോപ്പുലേഷൻ അതുപോലെ തന്നെ 50% അർബൻ പോപ്പുലേഷനെയും കവർ ചെയ്യുന്നതാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. അതാണ് കവറേജിൻ്റെ ഇൻറ്റൻഷൻ എന്ന ആക്ടിൻ്റെ. അപ്പോൾ അതും പച്ച കളറിൽ കാണിക്കുന്നത് ശരിയാണെന്നാണ്. ഫുഡ് സെക്യൂരിറ്റി അലവൻസിനെ കുറിച്ച് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറയുന്നുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഏതെങ്കിലും രീതിയിലൊരു പ്രശ്നം വന്ന് അതായത് ഭക്ഷണം ഈ പറഞ്ഞ ധാന്യങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള അലവൻസസ് കൊടുക്കണമെന്ന് പറയുന്നതാണ് ഫുഡ് സെക്യൂരിറ്റി അലവൻസ്. കൃഷി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അതിനൊരു റെഡ് സിഗ്നൽ അതിലുള്ളത്, റെഡ് കളറാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കൃഷി യൂണിയൻ ലിസ്റ്റിലല്ല, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കൃഷി. ഓർത്ത് വെക്കണം. കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് പ്രതിവർഷം 5000 രൂപയാണ് നൽകുന്നത്. അതും റെഡ് കളറാണ്. കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് പ്രതിവർഷം എത്രയാണ് നൽകുന്നത്? 6000 രൂപയാണ് നൽകുന്നത്, അല്ലേ? 6000 രൂപ. സാർവിക ദാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് AB ഗ്രൂപ്പാണ്. അതും റെഡ് കളർ ഇൻഡിക്കേഷനാണ്. എന്താണത്? സാർവിക ദാതാവ്. യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് O ഗ്രൂപ്പാണ്. യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ് AB ഗ്രൂപ്പ്. അപ്പോൾ യൂണിവേഴ്സൽ ഡോണർ സാർവിക ദാതാവ് എന്ന് പറയുന്നത് സർവിക ദാതാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്, തെറ്റാണ്. സാർവിക ദാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് O ഗ്രൂപ്പിനെയാണ്. യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പാണ്. സ്റ്റോക്ക് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് സെബിയാണ്. അതിന് പച്ച കളർ ഇൻഡിക്കേഷനാണ് നൽകിയിരിക്കുന്നത്. ശരിയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് സെബിയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1988 ഫോം ചെയ്തത്. 1992 സെബി ആക്ട് നിലവിൽ വന്നത്. ഫിനാൻസ് കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. റെഡ് കളർ ഇൻഡിക്കേഷൻ, തെറ്റാണ്. ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 280 280. അടുത്തത് PM സ്വാനിധിയാണ്. PM സ്വാനിധി ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്ട്രീറ്റ് വെൻഡേഴ്സിന് ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് PM സ്വാനിധി. 10,000 രൂപയാണ് ലോൺ എമൗണ്ട്. ഈ PM സ്വാനിധി തുടങ്ങിയത് തന്നെ കോവിഡിൻ്റെ ഓൺസെറ്റിന് ശേഷം, കോവിഡിന് ഉള്ള അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഈ പറയുന്ന തെരുവിൽ കച്ചവടം ചെയ്യുന്നവർക്ക് അവരുടെ ഈ പറഞ്ഞ ഫുഡ് സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ചിലവുകൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനൊരു കച്ചവടത്തിന് എന്താ പറയുക, ഒരു ബൂസ്റ്റ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ PM സ്വാനിധി എന്ന് പറയുന്നത്. അങ്ങനെ തെരുവിൽ കച്ചവടം ചെയ്യുന്നവർക്ക് അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ബിസിനസ് പരമായിട്ടുള്ള അങ്ങനെ ചെറിയ ബിസിനസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ആ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോൺ. സെൻട്രൽ സെക്ടർ ആണെന്ന് ചോദിച്ചാൽ അതെ, സെൻട്രൽ സെക്ടർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ് അത് ഫണ്ട് ചെയ്യുന്നതെന്നാണ് അർത്ഥം. അത് ശരിയാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 10 മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. പെട്ടെന്നത് ശരിയാണെന്ന് തോന്നും, പക്ഷേ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല എന്നതാണ്. അറ്റോർണി ജനറൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമോദ്യോഗസ്ഥനാണ്. ആർട്ടിക്കിൾ 76 പറയുന്ന അറ്റോർണി ജനറൽ ഈസ് ദി ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി. അത് ശരിയാണ്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 10 ക്വസ്റ്റ്യൻസാണ്. ഇത് കഴിഞ്ഞ 15ഓളം ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും അതുപോലെ തന്നെ അറ്റ് ലെങ്ത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. നമുക്ക് നാളെ കാണാം.